കൂടി നിങ്ങളോടുകൂടി ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ബിനോയ് ആണെന്ന് തോന്നുന്നു ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്. ബിനോയ് എന്നോട് ഒത്തിരി നാൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ചർച്ചാവേദികള്, സംവാദങ്ങള് ക്ലബ് ഹൗസിലും ഫിസിക്കൽ ഫോറത്തിലും ഒക്കെ ചെയ്യണമെന്ന്. പല കാര്യങ്ങൾ കൊണ്ട് പലതവണയായിട്ട് വൈകിപ്പോയി. ഏതായാലും ഇപ്പോൾ സംലഭ്യമാകാൻ സാധിച്ചതിൽ സന്തോഷം. ഇതുപോലെയുള്ള ഗൗരവമായ രഹസ്യാത്മക വിഷയങ്ങൾ ദൈവശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും ഒക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കുതൂഹലത്തോടു കൂടി ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായും പ്രശംസനീയമായ കാര്യമാണ്. ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രശംസിക്കുന്നു. നമ്മൾ അല്പമായിട്ട് ഫിലോസഫി ആൻഡ് തിയോളജി ഓഫ് ഈവിൾ, തിന്മയുടെ തത്വശാസ്ത്രം, അതാ ചർച്ച ചെയ്യുന്നതിന് പോയി. ദൈവവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട്, ദൈവാസ്തിത്വവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് തിന്മയുടെ അസ്തിത്വം എന്ന് പറയുന്നത്. ദൈവം അനന്ത നന്മയാണ് എങ്കിൽ, സ്നേഹസ്വരൂപനാണ് എങ്കിൽ, തിന്മ പോലെ ഒരു യാഥാർത്ഥ്യത്തെ ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു? ദൈവം എന്ന് പറയുന്നത് തന്നെ മാനവരാശി അബദ്ധത്തിൽ വീണുപോയ ഒരു കെണിയാണോ? തിന്മയില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത വിധം ദൈവം ഭാവനാശൂന്യനായി പോയോ? ഇതൊക്കെയാണ് പൊതുവെ ഈവിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. തത്വശാസ്ത്രജ്ഞര് ദീർഘകാലമായിട്ട് ഈ വിഷയവുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇതൊരു രഹസ്യമായിട്ട് തന്നെ, നിഗൂഢതയായിട്ട് തന്നെ അവശേഷിക്കുന്നു. 100% സ്വീകാര്യവും തൃപ്തികരവും യുക്തിപരവുമായ വ്യാഖ്യാനങ്ങൾ തിന്മയുടെ ഈവിളിൻ്റെ അസ്തിത്വത്തിന് നൽകുവാൻ ആർക്കും തന്നെ, ദൈവശാസ്ത്രജ്ഞർക്കും തത്വശാസ്ത്രജ്ഞർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു മിസ്റ്ററി ആയിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവാസ്തിത്വത്തിന് വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവവും ദൈവിക നന്മയും ഈവിളിൻ്റെ അസ്തിത്വവും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല തുടങ്ങിയ വാദഗതികൾ ഈവിളുമായിട്ട് ബന്ധപ്പെടുത്തി ഉന്നയിക്കുന്നത് യുക്തിപരമല്ല എന്നുള്ളതിന് തത്വശാസ്ത്രജ്ഞന്മാർ വളരെ ഭംഗിയായിട്ടുള്ള വാദഗതികൾ തന്നെ നിരത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഭാഗികമായിട്ട് കാണാൻ പോകുന്നത്. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എനിക്ക് സന്തോഷം. ഞാൻ ഭാഗികമായിട്ട് ഈവിളിനെ പറ്റി അല്പമായിട്ട് പറയാം. ഇത് വലിയൊരു പാരാവാരം പോലെയാണ് ഫിലോസഫി ഓഫ് ഈവിൾ എന്ന് പറയുന്നത്. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാഴ്ചപ്പാടുകളുടെ ഒരു സാരസംഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? എന്താണ് ഈവിൾ? ഈവിൾ എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ നന്മ എന്താണ് എന്നുള്ളത് അറിയണം. അതായത് കൂടുതൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി ഒരു യാഥാർത്ഥ്യത്തെ അതിൽ തന്നെ ഒരു എൻഡായിട്ട് കണക്കാക്കിക്കൊണ്ട് കൂടുതൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി വേറൊന്നിനെ സഹായിക്കുന്നത് എന്തോ അതാണ് നന്മ എന്നാണ് തത്വശാസ്ത്രത്തിന് പൊതുവെ പറയുന്നത്. തോമസ് അക്വിനാസിന്റെ നിർവചനമാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ തിന്മയെ മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ നർച്ചറിങ്ങിന്റെ, നമ്മുടെ തന്നെ വികാസത്തിനും വളർച്ചയ്ക്കും തടസ്സമായിട്ട് നിൽക്കുന്ന നന്മയുടെ മലിനീകരണമാണ്, അല്ലെങ്കിൽ നന്മയുടെ ശോഷണമാണ്, അഭാവമാണ് ഈവിൾ എന്നൊക്കെ പറയാം. നല്ല ആപ്പിളും പൂർണ്ണമായിരിക്കുന്ന ഒരു ആപ്പിള്, എന്നാൽ ചീഞ്ഞുപോയ ആപ്പിളിനോട് നമുക്ക് മമത കുറവാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം അതൊരു അപൂർണതയാകുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈവിള് സഹനവുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് അല്പം കൂടെ മനുഷ്യകേന്ദ്രീകൃതമായ ഒരു ആഖ്യാനമാണ്. നാച്ചുറൽ ഈവിളും മോറൽ ഈവിളും ഉണ്ടല്ലോ, അതിൽ രണ്ടും നമുക്ക് ഒരുപോലെ സഹനം കൊണ്ടുവരുന്ന കാര്യമാണ്. സഹനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൊതുവെ ഈവിളിനെ കണക്കാക്കുന്നത്. ഈവിളിനെ വീണ്ടും വ്യക്തിയായിട്ട് പരിഗണിക്കുവാറുണ്ട്. പേഴ്സോണിഫൈഡ് ഈവിൾ, ആ രീതിയിൽ വ്യക്തീകരിക്കപ്പെട്ട തിന്മയെയാണ് സാത്താൻ എന്നോ പിശാച് എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ സാത്താനും പിശാചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിത്തലോജിക്കൽ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മുടെ ഐക്കണോഗ്രഫിയും ഒക്കെ ആ രീതിയിൽ വളരെ സാത്താനെ പല ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും രൂപകങ്ങളിലൂടെയും ഒക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലുടനീളം സർപ്പമായിട്ടും അന്ധകാരമായിട്ടും പ്രത്യേക ചില ജീവികളുമായിട്ട് ബന്ധപ്പെടുത്തി, മരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, പ്രദേശങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തിന്മയെ, പിശാചിനെ ആവിഷ്കരിക്കുന്നത് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ. ക്രൈസ്തവ ദർശനത്തില് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തിന്മയെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ തന്നെ നമ്മൾ ആദ്യമേ തിരുത്തേണ്ടിയിരിക്കുന്നു. ഒന്ന്, തിന്മയില്ല, ഡെവിൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്
ഒരു വലിയ ദൈവശാസ്ത്ര ചർച്ചാ വിഷയം. പിശാച് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ബൈബിളിന്റെ മതം. പിശാച് ഉള്ളത് കൊണ്ട് പിശാചിന് അമിത പ്രാധാന്യം നൽകുന്ന ചില ദൈവശാസ്ത്ര സരണികളും അജപാലന സമീപനങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് ക്രൈസ്തവ ദൈവശാസ്ത്രം യോജിക്കുന്നില്ല. ഏതാണ്ട് ദൈവത്തെക്കാളും കരുത്തനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഭൂതോച്ചാടനത്തിനും മറ്റും കൂടുതൽ പ്രാമുഖ്യം നൽകണമെന്നുള്ള കാഴ്ചപ്പാടുകളോട് ക്രൈസ്തീയ ദൈവശാസ്ത്രം യോജിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പിശാചിനെ ഒരു വ്യക്തിയായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ പിശാചിനെ പ്രസാദിപ്പിക്കുകയും പിശാചിൽ നിന്ന് നന്മകളും നേട്ടങ്ങളും നേടിയെടുക്കണമെന്നും അഭിലഷിക്കുന്നവരും അതിനുവേണ്ടി പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പുലർത്തുന്നവയുമുണ്ട്. ബ്ലാക്ക് മാസ് പോലെയുള്ള അനുഷ്ഠാനങ്ങൾ. ഇതിലൊന്നും യാതൊരു വചനപരമോ ദൈവശാസ്ത്രപരമായ അടിത്തറകളില്ല എന്നുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും പലപ്പോഴും ഭൂതോച്ചാരണം നടത്തുന്നവരും ധ്യാനഗുരുക്കന്മാരും ഒക്കെ അമിതമായിട്ട് ഒരുപക്ഷെ ജനത്തെ പേടിപ്പിക്കുന്നതിന് വേണ്ടി പിശാചിനെ സംബന്ധിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നത് ചില ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ സഭയിൽ സൃഷ്ടിക്കാറുണ്ട്. അതേപ്പറ്റി സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങളുണ്ട്. പിശാചിനെ എവിടെ നിർത്തണം, ദൈവകരുണയെ എവിടെ നിർത്തി നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ബിബ്ലിക്കൽ തിയോളജി പിശാചിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരിക്കലും തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സ്വാതന്ത്ര്യമുള്ള, ദൈവം സ്നേഹമായതുകൊണ്ട്, സ്നേഹം അറിവും സ്വാതന്ത്ര്യവുമായതുകൊണ്ട്, പേഴ്സൺ ആയതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മാലാഖമാർക്ക് ദൈവം അദമ്യമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ദുരുപയോഗം ചെയ്യാൻ തക്കവിധം, ദൈവത്തെ പോലും ചോദ്യം ചെയ്യാൻ തക്കവിധം സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അത്തരണത്തിലൊരു മാലാഖ ഒരുപക്ഷെ ദൈവത്തെ വെല്ലുവിളിച്ചതായിരിക്കാം. അഹന്തയാണ് അതിന് കാരണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഫോളൻ ഏഞ്ചലാണ് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ദൈവമാകാൻ തന്നെ ശ്രമിച്ച, ദൈവത്തെ തന്നെ വെല്ലുവിളിച്ച ഒരു മാലാഖയുടെ അധപതനമാണ് പിശാച് എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നുള്ളതാണ് പൊതുവെ ബിബ്ലിക്കൽ പാരമ്പര്യം. ഇത് മധ്യപൗരസ്ത്യ ദേശത്ത് നിലനിന്നിരുന്ന പല മിത്തുകളെയും വിചാര ചിന്താധാരകളെയും ഒക്കെ ഏകോപിച്ചുകൊണ്ട് സേക്രഡ് ഓതേഴ്സ് കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അവിടെയും ഈവിളിനെ സംബന്ധിക്കുന്ന ഒരു ഡെഫിനറ്റീവ്, വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു ഉത്ഭവത്തിന്റെ വിവരണമല്ല നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവമല്ല, സാത്താൻ അവൻ തന്നെയാകുന്നു അവന്റെ പതനത്തിന് കാരണം എന്നുള്ളതാണ് ബിബ്ലിക്കൽ തിയോളജി അടിസ്ഥാനപരമായിട്ട്. ബൈബിളിന് പിന്നെ സെമിറ്റിക് ഇതര റിലീജിയൻസിലും ജൂവിഷ് ട്രഡീഷനിലും ഇസ്ലാമിക് ട്രഡീഷനിലും നമുക്ക് ഇതേ കാഴ്ചപ്പാട് തന്നെ കാണാൻ സാധിക്കും. 31 പ്രാവശ്യം തന്നെ ബൈബിളില് സാത്താൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബൈബിൾ പണ്ഡിതർ. ഡയാബോളോസ് എന്നുള്ള പദം, ഓപ്പോണന്റ്, അക്യൂസർ, മനുഷ്യർക്കെതിരെ നിരന്തരം ദൈവമുമ്പാകെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ എതിരാളിയായിട്ടാണ് ജൂവിഷ് ട്രഡീഷനിൽ പലപ്പോഴും സാത്താനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബുക്ക് ഓഫ് ഐസയായിലും ബുക്ക് ഓഫ് എസെക്കിയേലിലും വെളിപാടിലുമൊക്കെ വ്യക്തിയായ സാത്താനെ സംബന്ധിക്കുന്ന പല പരാമർശങ്ങളും ഒക്കെ ഉണ്ട്. അതേപ്പറ്റിയൊക്കെ വിഭിന്നങ്ങളായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളുണ്ട്. അത് പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തിലെ ബാബിലോണിയൻ, അസീറിയൻ രാജാക്കന്മാർക്കെതിരെ ഉണ്ടായിരുന്ന ടൈറിലെയും ബാബിലോണിലെയും രാജാക്കന്മാരെയാണ് അവിടെ അധപതിക്കുന്ന മാലാഖയായിട്ടും വലിയ മൂർത്തികളായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിക് ട്രഡീഷനിലും ഉണ്ട്. പ്രത്യേകിച്ച് ഖുറാൻ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇബ്ലീസ് എന്നുള്ള പദം പേഴ്സണൽ ഫോം ഓഫ് ഈവിളിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഖുറാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ആദ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി വിസമ്മതിക്കുന്ന ഒരു മാലാഖയായിട്ടാണ്, ഒരു സിൻഫുൾ മാലാഖയുടെ തന്നെ പാപപരമായ ഒരു രൂപാന്തരീകരണമായിട്ട് അതിനെ കാണുന്നത്. സെമിറ്റിക് ട്രഡീഷൻസിൽ പൊതുവെ അങ്ങനെ ഈ മിത്തിനെ ഫോളൻ ഏഞ്ചൽ എന്നുള്ള മിത്തിനെ കേന്ദ്രീകരിച്ചാണ് പിശാചിന്റെ ഉത്ഭവത്തെ വിവരിക്കുന്നത്. ദൈവം അനന്ത നന്മയായതുകൊണ്ട് പിശാചിന്റെ ഉത്ഭവത്തിന് ദൈവത്തിന് യാതൊരു പങ്കുവുമില്ല. ദൈവം തന്റെ നന്മയാൽ കനിഞ്ഞു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് പിശാചിന്റെ ഉത്ഭവത്തിന്, വ്യക്തിയായ പൈശാചികതയുടെ ഉത്ഭവത്തിന് കാരണമായത് എന്നുള്ളത് വ്യാഖ്യാനം. ഇതര ദാർശനിക മതാത്മക പാരമ്പര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശങ്ങളിലെ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹിന്ദുയിസം, ടാവോയിസം, ജൈനിസം മുതലായ വിശ്വാസ പദ്ധതികളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഈവിളിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയാണ് എങ്കിൽ നമുക്കറിയാം, നമ്മൾ മുൻപ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്,
പൗരസ്ത്യ ദേശത്തിന്റെ ജ്ഞാനമീമാംസ എന്ന് പറയുന്നത് ഏകോപനത്തിനും സമന്വയത്തിനും ഏകീകരണത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പാശ്ചാത്യ സെമിറ്റിക് റിലീജിയൻസ് അവലംബമാക്കിയിരിക്കുന്ന വിശകലനത്തിന്റെയും അപഗ്രഥനത്തിന്റെയും അനാലിസിസ്, ക്ലാസിഫിക്കേഷൻ മുതലായവ ജ്ഞാനമീമാംസ പദ്ധതികളെ മാറ്റിവെച്ചുകൊണ്ട് ഇന്റഗ്രേഷൻ, സിന്തേസിസ്, യൂണിഫിക്കേഷൻ ഇവയൊക്കെയാണ് പൗരസ്ത്യ ദേശത്തിന്റെ അന്തർദർശനപരമായ ജ്ഞാനമീമാംസയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആ ജ്ഞാനമീമാംസയുടെ ഊന്നലുകള് തിന്മയെ സംബന്ധിക്കുന്ന ദാർശനിക മതാത്മക കാഴ്ചപ്പാടുകളിലും പ്രത്യേകമായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തിന്മയെയും നന്മയെയും രണ്ട് വിപരീത യാഥാർത്ഥ്യങ്ങളായിട്ടല്ല, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിന്റെയൊക്കെ കാഴ്ചപ്പാട്. ഉദാഹരണം പറഞ്ഞ ഋഗ്വേദ 10-ാം പുസ്തകത്തിലെ 129-ാം അധ്യായത്തിലെ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. ദ ഫ്ലവർ ഓഫ് ഇന്ത്യൻ തോട്ട് എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ തത്വചിന്തയുടെ മുഴുവനും സാരാംശം അതിലുണ്ട് പോലും. അവിടെ പറയുന്നത് ഇതാണ്: ആദിയിൽ നന്മയും തിന്മയും ഉണ്ടായിരുന്നില്ല, രാവും പകലും ഉണ്ടായിരുന്നില്ല, സത്തയും സത്താരാഹിത്യവും ഉണ്ടായിരുന്നില്ല. ആ ആദി ബിന്ദു, ആദി സത്യം നിശ്വസിച്ചു. അതിൻ്റെ നിശ്വാസത്തിൽ നിന്നാണ് സമസ്തവും ഉണ്ടായി വന്നത് എന്നുള്ളതാണ്. ബീയിങ്ങും നോൺ ബീയിങ്ങും, ഗുഡും ഈവിളും, ജീവനും മരണവും പോലും ഉണ്ടായത് ഒരേ സത്തയിൽ നിന്നാകുന്നു എന്നുള്ള വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഹൈന്ദവ ദർശനം ഇവിടെ അവതരിപ്പിക്കുന്നത് ഋഗ്വേദത്തിൽ. ജ്ഞാനമീമാംസാപരമായ പ്രത്യേകത വീണ്ടും കടന്നു വരുന്നത് ഭഗവത്ഗീതയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സനാതനമായ സത്യത്തിലായിരിക്കുക, ഭൗമികമായിട്ടുള്ള വിപരീതങ്ങളുടെ ദ്വൈതങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ള ആഹ്വാനം എന്ന് പറയുന്നത്. സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നന്മയ്ക്ക് വേണ്ടിയും എന്നുള്ള ഒരു പ്രബോധനം കൂടി ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് ഹൈന്ദവ ചിന്തയിൽ. ചൈനയില് എന്തുകൊണ്ടാണ് നമ്മൾ ഹൈന്ദവ ചിന്തയും ടാവോയിസ്റ്റ് ചിന്തയും ചൈനീസ് ചിന്തയും ബുദ്ധിസവും ഒക്കെ ഇവിടെ ഉദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ദൈവത്തിന്റെ അസ്തിത്വം, തിന്മയുടെ ഉത്ഭവം, തിന്മയിൽ നിന്നുള്ള മുക്തി, ഈ വക വിഷയങ്ങളൊക്കെ എക്കാലവും മാനവരാശിയുടെ സനാതന ദാർശനിക പ്രശ്നങ്ങളായിരുന്നു. പെരേനിയൽ പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി ആയിരുന്നു ഇവയൊക്കെ. അതുകൊണ്ട് അവയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ജിജ്ഞാസയോടുകൂടിയ മനുഷ്യർ എക്കാലവും അന്വേഷിച്ചിട്ടുള്ളതും പരിഹാരങ്ങൾ അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സംസ്കാരങ്ങളും എല്ലാ ദേശത്തെയും ചിന്തകരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസ്കാരത്തിനും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അധിഷ്ഠിതമായിട്ടുള്ള ഉത്തരങ്ങൾ അവർ കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് മിസ്റ്റിസിസത്തിന്റെ ഒക്കെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ പ്രാചീനകാല ഋഷിമാര്, സേജസ് ഒക്കെ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ നന്മയും തിന്മയും പോലും പക്ഷേ ഏക യാഥാർത്ഥ്യത്തിൽ നിന്ന് കടന്നു വരുന്നതാകും. അവ തമ്മിലുള്ള ദ്വൈതത്തെ നമ്മൾ എഴുതി തള്ളേണ്ടിയിരിക്കുന്നു. അവ വിപരീതങ്ങളല്ല, പരസ്പരം കോംപ്ലിമെന്ററി ആകുന്നു എന്നുള്ള കാഴ്ചപ്പാട് അവിടെ പറയുന്നു. വിപരീതങ്ങള് വൈരുദ്ധ്യാത്മകമല്ല, വിപരീതങ്ങളല്ല, അവ പരസ്പര പൂരകങ്ങളാകുന്നു. ഓപ്പോസിറ്റ്സ് ആർ നോട്ട് കോൺട്രഡിക്ടറി ബട്ട് കോംപ്ലിമെന്ററി എന്ന്. അതിനകത്ത് ഒരുപാട് ദാർശനിക വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ചർച്ചയുടെ സമയത്ത് നമുക്ക് കൂടുതൽ പരിഗണിക്കാമെന്ന് തോന്നുന്നു. വീണ്ടും ചൈനീസ് ഫിലോസഫിയിലെ ഇൻ യാങ് സിമെട്രി, അവരെ സംബന്ധിച്ചുള്ള അൾട്ടിമേറ്റ് പരമയാഥാർത്ഥ്യം എന്ന് പറയുന്നതിന് ടാവോയാണ്. ടാവോ എന്ന് പറയുന്ന താവോത്തെ ചിങ്ങിന്റെ ആ മനോഹരമായ സിമെട്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്ന് യാങ് എന്ന് പറയുന്ന രണ്ട് വിപരീത തത്വങ്ങളാൽ നിർമ്മിതമാകുന്നു പരമയാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ന് സമാധാനമാണെങ്കിൽ യാങ് യുദ്ധമാണ്. ഇന്ന് ഫെമിനൈൻ ആണെങ്കിൽ മാസ്കുലിനാണ് യാങ് എന്ന് പറയുന്നത്. ഇന്ന് വെളിച്ചമാണെങ്കിൽ ഡാർക്ക്നെസ് യാങ് ആണ്. സന്തോഷമാണ് എന്നെങ്കിൽ യാങ് സഫറിങ് ആകുന്നു. പക്ഷേ ഇത് രണ്ടും ഒരു ചക്രം കറങ്ങുന്നത് പോലെ ചരിത്രത്തിന്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. യാങ് അതിന്റെ പരമകാഷ്ഠയിൽ എത്തിക്കഴിയുമ്പോൾ തനിയെ ഇന്നിന് വഴിമാറി കൊടുക്കും പോലും. ഇന്നതിന്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോൾ യാങ്ങിന് തനിയെ വഴിമാറി കൊടുക്കും. അങ്ങനെ ഒരുതരം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു ഡയലക്റ്റിക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു എൻകൗണ്ടർ നടന്നുകൊണ്ടിരിക്കുക. അതാണ് ചരിത്ര പരിണാമത്തിന്റെ രീതിശാസ്ത്രം എന്നുള്ളതാണ് ടാവോയിസ്റ്റ് ഫിലോസഫി പറയുന്നത്. ഇവിടെ ആശയം എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാഭാവിക സാമാന്യ സംവേദനങ്ങൾക്ക് വിരുദ്ധമായിട്ട്
വിപരീതങ്ങളുടെ പരസ്പര പൂരകത്വമാണ് ടാവോയിസ്റ്റ് ചിന്തയും ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതേ ചിന്താപദ്ധതി തന്നെ മൗലികമായിട്ട് അന്തർദർശനപരമായിട്ട് ബുദ്ധിസ്റ്റ് കാഴ്ചപ്പാടുകൾ കാണുവാനായിട്ട് സാധിക്കും. യാഥാർത്ഥ്യം എന്ന് പറയുന്നതിനെ നിങ്ങൾ ഗുഡും ഈവിളും രണ്ടും രണ്ടായിട്ട് വേർതിരിക്കരുത്. അത് തികഞ്ഞ മൂഢതയാണ്. നിങ്ങളൊരു സഫറിങ് ഹ്യൂമൻ ആണെങ്കിൽ, നിങ്ങൾക്ക് സഫറിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ബുദ്ധിസ്റ്റ് ചിന്ത പറയുന്നത്. കാരണം ബുദ്ധിസ്റ്റ് ചിന്തയിലെ എല്ലാം പരസ്പര ബന്ധിതമാണ്. ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് ഇംപെർമനൻസ് തന്നെയാണ് പരമയാഥാർത്ഥ്യം എന്ന് പറയുന്നത് തന്നെ. അവിടെ നമ്മുടെ വ്യക്തിഗതമായ അനുഭവങ്ങൾക്ക് പരമമായ അർത്ഥങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജുവൽ നെറ്റ് ഓഫ് ഇന്ദ്ര എന്ന് പറയുന്ന മനോഹരമായ ഒരു രൂപകം ജാപ്പനീസ് സ്കൂളിലെ ബുദ്ധിസ്റ്റിലെ ഹ്യുയായൻ സ്കൂൾ ഉപയോഗിക്കുന്നുണ്ട്. മനോഹരമായ ഒരു നെറ്റ് ഇന്ദ്രന്റെ സ്വർഗത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് രത്നഖലിതമാണ് ആ നെറ്റ് എന്ന് പറയുന്നത്, വല. ഓരോ രത്നത്തിലും കൊണ്ട് ആ വലയിലെ മുഴുവൻ രത്നങ്ങളും പ്രതിഫലിക്കുന്നുണ്ട്. ആ പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്ന രത്നങ്ങളിൽ കൊണ്ട് വലയിലെ മുഴുവൻ രത്നങ്ങളും, വലയിലെ ഓരോ രത്നങ്ങളിലും പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്ന രത്നങ്ങളും എന്ന് പറയുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. പ്രതിഫലിക്കപ്പെട്ട രത്നങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്ന രത്നങ്ങളിൽ എല്ലാ രത്നങ്ങളും, അവയിൽ പ്രതിഫലിച്ചിരിക്കുന്ന രത്നങ്ങളും പ്രതിഫലിച്ചിരിക്കുന്ന രത്നങ്ങളും ഒരുപോലെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ 100 ടൈംസ് പറഞ്ഞാലും മതിയാവുകയില്ല. അവരിവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? വല, നെറ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഓരോ രത്നം എന്ന് പറയുന്നത് ഓരോ ജീവജാലവും ആ പ്രപഞ്ചത്തിലെ എന്ന് പറയും. എല്ലാം എല്ലാറ്റിലും സന്നിഹിതമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നാൽ ഈ രത്നത്തില് എവിടെയെങ്കിലും നമ്മൾ ഒരു ചെറിയ റെഡ് ഡോട്ട് ഒന്ന് അടയാളപ്പെടുത്തുകയും സഹനത്തിന്റെയോ ഈവിളിന്റെയോ അടയാളമായിട്ട് കൊണ്ട് ഏതെങ്കിലും ഒരു രത്നത്തില് ഒരു ചെറിയ ചുവന്ന ബിന്ദു ഒന്ന് അടയാളപ്പെടുത്തി നോക്കിക്കുകയും അത് സമസ്ത രത്നങ്ങളിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അതാണ് പ്രപഞ്ചഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിഗതമായിട്ട് ഈവിളിനെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ആകമാന സംവിധാനത്തിൽ നന്മയുടെ ആവിഷ്കാരത്തിന് ഈവിളിനെ ഉപോദ്ബലകമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ള വാദഗതിയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. നന്മയും തിന്മയും ഉൾപ്പെടുന്ന, രോഗവും ആരോഗ്യവും ഉൾപ്പെടുന്ന, വേദനയും സന്തോഷവും ഉൾപ്പെടുന്ന ജീവിതത്തെ എന്തുകൊണ്ട് നിങ്ങൾ തേനും പാലും സൗഖ്യവും സുഖവും സന്തോഷവും ആനന്ദവും മദ്യപാനവും രതിയും മാത്രമുള്ള ജീവിതമാക്കി കാണുന്നു? അതിൽ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ അട്ടിമറിക്കപ്പെട്ട വികലമായ ഒരു കാഴ്ചപ്പാടാകുന്നു. ഇതാണ് ബുദ്ധിസ്റ്റ് ചിന്തയുടെ പക്ഷങ്ങൾ. വ്യത്യസ്തമായ വാദഗതികളും ഉണ്ട്. പക്ഷെ പൊതുവെ ബുദ്ധിസ്റ്റ് ചിന്താഗതി അങ്ങനെയാണ്. ലോകത്തെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ 2 പക്ഷങ്ങളായിട്ട്, വിരുദ്ധ യാഥാർത്ഥ്യങ്ങളായിട്ട് വിപരീതമായിട്ട് കാണരുത്. പൊതുവെ ഇതുവരെയുള്ള ചർച്ചകൾ നിങ്ങൾക്ക് മനസ്സിലാകും. സെമിറ്റിക് റിലീജിയസ് ട്രഡീഷൻസിൽ അനലിറ്റിക്കൽ എപ്പിസ്റ്റമോളജി അധിഷ്ഠിതമായിട്ട് നിന്നുകൊണ്ട് നന്മയുടെ വിപരീതമായിട്ട് തിന്മയെ കാണുന്നില്ല. ഇവിടെയും ഒരു പരിധി വരെ നമുക്ക് അതേ കാഴ്ചപ്പാട് തന്നെ കാണാൻ സാധിക്കും. ഒരു പരിധി കൂടെ കടന്ന് ഇവർ പറയും നന്മയും തിന്മയും ഒരുപോലെ യാഥാർത്ഥ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാകുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഇവരിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുമായിട്ട് ഓക്കെ, ഒരുപക്ഷെ അല്പം ഫിലോസോഫിക്കൽ ഇൻട്രൊഡക്ഷനും കൂടെ പറഞ്ഞു കൊള്ളാം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈവിളിനെ സംബന്ധിക്കുന്ന ദാർശനികമായിട്ടുള്ള, ഇതുവരെ പറഞ്ഞത് മതാത്മകമായ കാഴ്ചപ്പാടുകളാണ് ഈസ്റ്റേൺ റിലീജിയസ് ട്രഡീഷൻസിലെയും സെമിറ്റിക് റിലീജിയസ് ട്രഡീഷൻസിലെയും ഒക്കെ. ഇനി ദാർശനികമായിട്ട് തത്വശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനും ഒക്കെ ഈവിളിനെ വളരെ ഗഹനമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. 1-2 ചിന്താപദ്ധതികളും കൂടെ അല്പമായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. സെയിന്റ് അഗസ്റ്റിൻ 4-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ഈവിളിനെ പറ്റി ഗഹനമായിട്ട് വിചിന്തനം നടത്തിയ ഒരു തത്വശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈവിൾ എന്ന് പറയുന്നത് പരസ്പരം വിരുദ്ധങ്ങളായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ല. അന്ന് മനിക്കേയിസത്തിനെതിരെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ക്രൈസ്തവ ദർശനത്തിലെ ഒരു പാഷണ്ഡതയാണ് മനിക്കേയിസം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പരമമായിട്ട് തന്നെ തിന്മയെ ദൈവത്തോട് നിരന്തരം മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യമായ ഒന്നുണ്ട്, തിന്മ എന്ന് പറയുന്നത്. ദൈവവും ഈവിളുമായിട്ട് നിരന്തരം യുദ്ധത്തിലാണെന്നുള്ള കാഴ്ചപ്പാട്.
അങ്ങനെ വൈരുദ്ധ്യാത്മകമായ വിപരീതത്തിന്റെ കാഴ്ചപ്പാട് ഈവിളിനെ സംബന്ധിക്കുന്നത് അഗസ്റ്റിൻ എഴുതി തള്ളുകയാണ്. അഗസ്റ്റിൻ പറയുന്നത് ഇതാണ്, ഈവിൾ എന്ന് പറയുന്നത് ഈ ഗുഡിന്റെ ഓപ്പോസിറ്റ് അല്ല, നേരെ മറിച്ച് എന്താണ്, നന്മയുടെ അഭാവമാണ്, ഗുഡിന്റെ അഭാവമാണ്, അഥവാ ഡെപ്രിവേഷനാണ്. നന്മയില്ലാതിരിക്കുന്ന അവസ്ഥയെയാണ് തിന്മ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിളിൽ ഒരിക്കലും തനതായ അസ്തിത്വമില്ല. നന്മയെ കൂടാതെ ഈവിളിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നന്മയ്ക്ക് അഥവാ ഗുഡിന് തനതായ അസ്തിത്വമുണ്ട്. ഈവിളിന്റെ ആവശ്യമില്ല നന്മയ്ക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി. എന്നാൽ ഈവിളിന് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈവിൾ ഒരു പരാന്നഭോജി പോലെ തന്നെയാണ്, പാരസിറ്റിക് ആണ്. അത് അതിന്റെ തന്നെ നേച്ചറിലെ എന്ന് പറയുന്നത്. ഐൻസ്റ്റൈൻ കോൾഡിനെ പറ്റിയും ഡാർക്ക്നെസ്സിനെ പറ്റിയും പറഞ്ഞിരിക്കുന്ന മനോഹരമായ അനാലജി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുക. തണുപ്പെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയും 0 ഡിഗ്രി സെൽഷ്യസ് ഭയങ്കര തണുപ്പാണ്. പക്ഷെ അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമ്മൾ കോൾഡ്നെസ് എന്ന് പറയും, കോൾഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡാർക്ക്നെസ്സും അങ്ങനെ തന്നെ, വെളിച്ചം കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമ്മൾ ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒന്നിന്റെ അഭാവത്തെയാണ് നമ്മൾ വേറൊരു റിയാലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈവിള് അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നല്ല, നന്മയുടെ അഭാവമാകുന്നു തിന്മ എന്നുള്ള കാഴ്ചപ്പാടാണ്. വീണ്ടും 2 പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻസ് ഫിലോസഫേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, മോറൽ ഈവിളും നാച്ചുറൽ ഈവിളും തമ്മിൽ. അത് ദൈവാസ്തിത്വവും ഈവിളുമായിട്ട് ചിന്തിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാർമ്മിക ഈവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യമാണെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്വതന്ത്ര ഇച്ഛയെ നമ്മുടെ തിരഞ്ഞെടുക്കാനും ചൂസ് ചെയ്യാനുള്ള കഴിവിനെ ദുരുപയോഗം ചെയ്യുന്നത് വഴിയായിട്ട് വരുത്തി വെക്കുന്ന ഈവിളിനെയാണ് മോറൽ ഈവിൾ എന്ന് പറയുന്നത്. സൂയിസൈഡ്, വാർ, അല്ലെങ്കിൽ ഫൈറ്റിങ്, ഇൻഫൈറ്റ്. ഇപ്പം നമ്മൾ ക്യാമ്പസ് രാഷ്ട്രീയവും ക്യാമ്പസ് വയലൻസിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നത് ഇല്ല, മോറൽ ഈവിളിന്റെ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളാകുന്നത്. നാച്ചുറൽ ഈവിൾ, എനിക്ക് ക്യാൻസർ ബാധിക്കുന്നു, എൻ്റെ കൺട്രോളിൽ നിലനിൽക്കുന്ന കാര്യമല്ല, എൻ്റെ ചോയ്സ് കൊണ്ടുള്ള സംഭവിക്കുന്ന കാര്യമല്ല അതെന്ന് പറയുന്നത്. മോറൽ ഈവിളിൽ പെടുന്ന കാര്യമല്ല അത് നാച്ചുറൽ ഈവിളാണ്. സിക്നസ് എന്ന് പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, നാച്ചുറൽ ഈവിൾ ആകുന്നു. ഈ ഡിസ്റ്റിങ്ഷൻസ് വളരെ പ്രധാനപ്പെട്ടത്. പക്ഷെ മോറൽ ഈവിളും നാച്ചുറൽ ഈവിളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. മോറൽ ഈവിളിൽ നിന്ന് നാച്ചുറൽ ഈവിൾ ഉണ്ടാകാം, നാച്ചുറൽ ഈവിളിൽ നിന്ന് മോറൽ ഈവിളും ഉണ്ടായി വരാം എന്ന് പറയുന്നത്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്തുള്ളത്, തത്വശാസ്ത്രത്തിൽ പൊതുവെ കാണുന്ന ഒരു വാല്യൂ ആണ്. ഈവിളിനെ പറ്റി ചിന്തിച്ചവരൊക്കെ ഗഹനമായിട്ട് ഗൗരവമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണമാണ് തിന്മയുടെ ഉപകരണാത്മകമായിട്ടുള്ള മൂല്യം എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റലിസ്റ്റ് വാല്യൂ ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ നന്മയുടെ ആവിഷ്കാരത്തിന് വേണ്ടി ഒരു പരിധി വരെ ചില സന്ദർഭങ്ങളിൽ ഈവിള് അനിവാര്യമായി മാറുന്നു എന്നുള്ളതാണ്. മധ്യസ്ഥങ്ങളിൽ തോമസ് അക്വിനാസ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ വലിയ നന്മയെ ജനിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഈവിളിനെ അവസരം കൊടുക്കും പോലും എന്ന് പറയുന്നത്. ഞാൻ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് പരിക്കേൽക്കുക, കാലുടയുകയാണ്. ഞാൻ താഴെ വീണ് കാലുടയാൻ കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ടത് ഗുരുത്വാകർഷണ നിയമം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷെ നമ്മളാരും ഗുരുത്വാകർഷണ നിയമത്തെ അല്ല അവിടെ കുറ്റപ്പെടുത്തുന്നത്, എൻ്റെ ശ്രദ്ധക്കുറവിനെയാണ് കുറ്റപ്പെടുത്തുന്നത് അവിടെ. പക്ഷെ അടിസ്ഥാനപരമായ കാരണം അതാണ്. പക്ഷേ ഗുരുത്വാകർഷണ നിയമം ഉണ്ടെങ്കിലേ പ്രപഞ്ചത്തിന് ഇതുപോലെ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു മൗലികമായ അധിക നന്മയെ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി അനിവാര്യമായി വരുന്ന, രീതിശാസ്ത്രപരമായിട്ടും ഘടനാപരമായിട്ടും അനിവാര്യമായിട്ട് വരുന്ന ഒരു സംവിധാനമായിട്ട് ഈവിളിനെ കാണാമെന്നുള്ളതാണ് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വാല്യൂ ഓഫ് ഈവിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഈവിളിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പൊതുവെ തത്വശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഒരു ഉദാഹരണം പറയാം. നെതർലാൻഡ്സിൽ ഒരു പുഴയുടെ തീരം മനോഹരമായ കാടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു അവിടുത്തെ ഭരണാധികാരികൾ. സസ്യഭുക്കുകളായ ജീവികളെ മാത്രം അവിടെ വളരാൻ അനുവദിച്ചു. പക്ഷേ 50 വർഷം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ദുരന്തമായിട്ടാണ് കലാശിച്ചത്. ഒരുപാട് സസ്യഭുക്കുകളായിട്ടുള്ള മൃഗങ്ങള് ഭക്ഷണം തനിയെ എടുക്കാനാകാതെ പ്രായം ചെന്ന് കഷ്ടപ്പെടുന്നു. അവയുടെ എണ്ണം അതിഭയങ്കരമായിട്ട് പെരുകിയിരിക്കുന്നു. ചുറ്റുപാടുമുള്ള മരങ്ങൾക്ക് പോലെ ഇലകൾ പോലും ഇല്ലാത്ത സാഹചര്യം ഇവയുടെ പെരുപ്പം കൊണ്ട്.
പക്ഷികൾക്ക് കൂട് കൂട്ടാൻ പോലും കുറ്റിച്ചെടികളോ മരങ്ങളോ ഇല്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലീനിയർ തിങ്കിങ്, ഈവിളിനെ സംബന്ധിക്കുന്ന രേഖീയമായ നമ്മുടെ സംവേദനങ്ങളും വിചിന്തനങ്ങളും വിശാലമായ പ്രാപഞ്ചിക ഘടനയുടെ സംവിധാനത്തിൽ വെച്ച് വിലയിരുത്തി കഴിയുമ്പോൾ അപൂർണങ്ങളാവാം എന്നുള്ള കാഴ്ചപ്പാടാണ് തോമസ് അക്വിനാസും കൂട്ടരും അവതരിപ്പിക്കുന്നത്. അതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ബുദ്ധിസം പറഞ്ഞതുപോലെ പരസ്പര ബന്ധത്തിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. യജ്ഞയെ സംബന്ധിക്കുന്ന ഹൈന്ദവ ദർശനം ഇതിനോട് ഒരുപാട് പൊരുത്തപ്പെട്ടു പോകുന്നതായി, കോംപ്ലിമെന്റാരിറ്റിയെ സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത്. കേവോസ് തിയറി, മോഡേൺ ഫിസിക്സിലെ ബട്ടർഫ്ലൈ എഫക്ട് നമ്മൾ ഇതുപോലുള്ള വേദികളിൽ മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി പോലും വിശ്വവ്യാപ്തമായ പരിണതി ഫലങ്ങൾ വേറാൻ പോകുന്നതാണ് എന്നുള്ള കാഴ്ചപ്പാട്. ഏതോ തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മണൽത്തരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയില്ല ഈ പ്രപഞ്ചത്തിന്റെ ആകമാന ഘടനയിൽ മാറ്റം ചെലുത്താതെ എന്ന് പറയുന്നത്. അത്രമാത്രം പരസ്പര ബന്ധിതമാകുന്നു പ്രപഞ്ചം എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഈവിൾ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നവ അത് തികച്ചും നരവംശാസ്ത്രപരമായിട്ട് ആന്ത്രോപോസെൻട്രിക് ആയിട്ട് നമുക്ക് മാനവകേന്ദ്രീകൃതമായിട്ട് നമുക്കതിനെ ഈവിളായിട്ട് അനുഭവപ്പെടുന്നതാവാം. അത് നന്മയുടെ ആവിഷ്കാരത്തിലേക്കുള്ള രീതിശാസ്ത്രം മാത്രമാണെന്ന് കാണപ്പെടാമെന്നുള്ളതാകുന്നു എന്നുള്ളതാണ്. പരിണാമ സിദ്ധാന്തത്തിനെതിരായിട്ടുള്ള വലിയൊരു വിമർശനം അതാണല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതിനെ എങ്ങനെ ന്യായീകരിക്കുവാനായിട്ട് സാധിക്കും? അതെങ്ങനെ അതിൽ തന്നെ നീതിയാകും എന്നുള്ളതാണ്. പക്ഷെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ളതല്ല, ഒന്ന് വേറൊന്നിന് വളമായി തീരുക എന്നുള്ളത് ചരിത്ര പരിണാമത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ പരിണാമത്തിന്റെ ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലൂടെ അതിസങ്കീർണതയിലേക്കുള്ള ജീവന്റെ കുതിപ്പുകളിലെ അനിവാര്യമായ ഒരു നിയമമായേക്കാം. നമുക്ക് പലതും സിംഹം മാൻപേടയെ ഭക്ഷിക്കുന്നതിന് പ്രത്യക്ഷത്തിൽ ക്രൂരമായിട്ട് തോന്നിയാൽ പോലും ഇതിൽ നിന്നും ഭിന്നമായിട്ടൊരു ലോക സംവിധാനം ഉണ്ടായിക്കൂടായിരുന്നോ? പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥയ്ക്ക് ഒരുപക്ഷെ ഇത് അനിവാര്യമാണ് എന്നുള്ള ചിന്താപദ്ധതിയാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അത് സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്നത് പോലെ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കുവാനാവുകയില്ല എന്നുള്ള കാഴ്ചപ്പാട്. അപ്പൊ ഇതാണ് പൊതുവെ അഗസ്റ്റിന്, അക്വീനാസ് മുതലായവര്, വേറെ ചിന്തകരുണ്ട്, അതേപ്പറ്റി ഞാൻ പിന്നാലെ പറയാം. ഇനി നമ്മുടെ ശരിയായ വിഷയം ഇതാണല്ലോ, ദൈവാസ്തിത്വവും തിന്മയും. അതാണല്ലോ, അതേപ്പറ്റിയും കൂടെ ഒരു 5 മിനിറ്റ് വിചിന്തനങ്ങൾ നടത്തിയിട്ട് നമുക്ക് കൂടുതൽ ഇന്ററാക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തിന്മയുടെ സാന്നിധ്യമില്ലാത്ത, സഹനമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ മാത്രം ഭാവനാരഹിതനായിരുന്നുവോ ദൈവം? 3 പ്രസ്താവനകളെ വിഭാവനം ചെയ്യുക. അനന്ത നന്മ സ്വരൂപനായ ഒരു ദൈവമുണ്ട്, 1. 2, പ്രപഞ്ചത്തിൽ ഒരുപാട് സഹനവുമുണ്ട്. 3, അനന്ത നന്മ സ്വരൂപനായ ഒരു ദൈവത്തിന് പ്രപഞ്ചത്തിൽ സഹനത്തിനും തിന്മയ്ക്കും സാങ്കത്യം കൊടുക്കുവാൻ മതിയായ കാരണമുണ്ട്. 1, 2, 3 പ്രസ്താവനകൾ ഞാൻ പറഞ്ഞു. ഇതിൽ നമുക്ക് 100% ഉറപ്പുള്ള ഏക പ്രസ്താവന ഏതാണ്? രണ്ടാമത്തേത് മാത്രമാണ്, ഈവിളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ദൈവം അനന്ത നന്മ സ്വരൂപനാണോ? അത് നമ്മുടെ വിശ്വാസമാണ്. യുക്തിപരമായിട്ട് നമുക്ക് 100% സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് മൂന്നാമത്തേത്, അങ്ങനെ ഒരു ദൈവം ഉണ്ട് എങ്കിൽ ആ ദൈവവും സഹനവും തിന്മയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് എപ്പിക്യൂറസ് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഡേവിഡ് ഹ്യൂമ് മോഡേൺ ഫിലോസഫറാണ്, അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് കൺസേൺ നാച്ചുറൽ റിലീജിയൻ, അതുപോലെ ജയൽ മാക്കിയുടെ ദ മിറക്കിൾ ഓഫ് തീയിസം, ഈ വക പുസ്തകങ്ങളൊക്കെയാണ് ഈവിളും ദൈവാസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പിന്നീട് ഈ പുസ്തകങ്ങളൊക്കെ ഗൗരവമായിട്ട് വിചിന്തനം നടത്താവുന്നതാണ്. നമ്മൾ ഇതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യം, സർവനന്മ സ്വരൂപനായ ദൈവവും ദൈവസങ്കല്പവും തിന്മയുടെ അസ്തിത്വവും പൊരുത്തപ്പെട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് യുക്തിപരമായിട്ട് പറയാൻ സാധിക്കുന്നതിൽ തന്നെ വലിയ ഒരു വിരോധാഭാസമുണ്ട്. അതെന്താണ്? ദൈവം അനന്ത നന്മ സ്വരൂപനാണെങ്കിൽ ഈവിള് പറ്റില്ല. ഈവിള്
വിജയിക്കരുത്, ഈവിൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു വിവേചനം പോലും നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ ജൈവികമായിട്ടോ ജന്മസിദ്ധമായിട്ടോ സഹജമായിട്ടോ ഉള്ളാലേ ഉള്ള നമ്മുടെ ധാർമ്മിക ബോധം കൊണ്ടാകുന്നു എന്നുള്ളതാണ് ദൈവശാസ്ത്ര തത്വശാസ്ത്ര പക്ഷം. ഫിലോസഫേഴ്സിന് ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്ക് പോലും, എത്തീസ്റ്റുകൾക്കായാലും 100% സ്ഥിരീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധിക്കാത്ത കാര്യമാണ് എന്തുകൊണ്ട് മനുഷ്യര് ധാർമ്മികരായിരിക്കുന്നു, എവിടെ നിന്നാണ് നമുക്ക് ഈ നന്മതിന്മ അവബോധം ഉണ്ടായി വന്നിരിക്കുന്നത്. ഇപ്പൊ പാലക്കാട് ഒരു കോളേജിൽ നടന്ന വയലൻസ്, ക്യാമ്പസ് രാഷ്ട്രീയവും വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒത്തിരി ദുഃഖിതരാണല്ലോ. നമ്മളിൽ എല്ലാവരിലും ധർമ്മരോഷം തിളയ്ക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ പറ്റി. ചിലരോടൊക്കെ നമുക്ക് ഭയങ്കര കലിപ്പുമുണ്ട്, അവർക്കൊക്കെ ശക്തമായ ശിക്ഷ നൽകണം നമുക്ക് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, നമ്മളിൽ ജൈവികമായിട്ട് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ധാർമ്മിക നിയമത്തിന്റെ ആവിഷ്കാരമാകുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നും ഈ ധാർമ്മിക നിയമം കടന്നു വരുന്നു? അതുകൊണ്ട് ഈവിൾ ഉണ്ട്, ഈവിൾ നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ അസ്തിത്വം നിഷേധിക്കുകയല്ല, ഈവിളിനെ ഈവിളായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ നമ്മിലെ ദൈവീകത കൊണ്ടാണ് എന്നുള്ളതാണ് മറുവാദം. ഇതാണ് അതിൽ നിലനിൽക്കുന്ന ഐറണി എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും. കടുത്ത നിരീശ്വരവാദിയായ റിച്ചാർഡ് ഡോക്കിൻസിനോട് BBC-യിലാണോ ഏതൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, മാനഭംഗം, റേപ്പ് നിയമവിധേയമായിരിക്കുന്ന ഒരു രാജ്യത്തിൽ താങ്കൾ റേപ്പിനെ ന്യായീകരിക്കാൻ തയ്യാറാകുമോ? അല്ലെങ്കിൽ ചൈൽഡ് പോണോഗ്രഫി നിയമവിധേയമായ രാജ്യത്തിൽ അത് ഉപയോഗിക്കാൻ താങ്കൾ തയ്യാറാകുമോ? അതിനെ ജസ്റ്റിഫൈ ചെയ്യുമോ? ഡോക്കിൻസ് മറുപടി പറഞ്ഞു തുടങ്ങിയത്, ഇതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്ക് നമ്മുടെ ധാർമ്മിക ചോദനകളുടെ ഉറവിടം എവിടെ നിന്നാകുന്നു, അതാണ് മോറൽ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ് പറഞ്ഞു വരുന്നത്. പലരും അതിന് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, ഹ്യൂമിനെ പോലെ കൂട്ടരുമൊക്കെ. പക്ഷെ ഇപ്പോഴും ഒരു ഒണ്ടോളജിക്കൽ യാഥാർത്ഥ്യത്തോട്, അതിഭൗതികമായ ഒരു യാഥാർത്ഥ്യത്തോട് പരാമർശം കൂടാതെ ധാർമ്മികതയുടെ ഉത്ഭവത്തിന് നമുക്ക് വിശദീകരണങ്ങൾ നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞത്, 2 കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ്: ദ സ്റ്റാറി ഹെവൻസ് എബവ് ആൻഡ് ദ മോറൽ ലോ വിതിൻ. ഭാരതീയ മിസ്റ്റിക്കൽ പാരമ്പര്യങ്ങളിലേക്ക് കടന്നു വരിക, നമ്മൾ ധർമ്മ, ഋത തുടങ്ങിയ കാഴ്ചപ്പാടുകളൊക്കെ, ധർമ്മശാസ്ത്രങ്ങൾ തന്നെ മനുഷ്യനൊക്കെ സംസ്കാരം ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ആവിഷ്കരിക്കപ്പെടുന്നതിന്റെ കാരണം എന്താകുന്നു? നമ്മളിലുണ്ട് പ്രപഞ്ചം മുഴുവനിലും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന താളത്തിന്റെ ഒരംശം നമ്മുടെ മനുഷ്യനിലുമുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആത്മാവുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് പോലും കടന്നു വരുന്നത്. ഫ്രാൻസിസ് കോളിൻസ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്, DNA-യുടെ മിസ്റ്ററികൾ കൊണ്ട് നമ്മൾ ഒരു കാലത്തും ധാർമ്മിക നിയമങ്ങളെയോ എന്തുകൊണ്ട് നമ്മൾ ദൈവോന്മുഖരായിരിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, അതീന്ദ്രിയമായി എന്തിനോടെങ്കിലുമുള്ള ആഭിമുഖ്യം എല്ലാവർക്കും ഉണ്ട്, വ്യക്തിഗതമായ ദൈവത്തോട് അല്ലെങ്കിൽ പോലുമെങ്കിലും. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് നമുക്കിന്ന് ബയോളജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഫിലോസഫർ ലെനോക്സ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വാച്ച് ചെയ്യുന്നത് രസകരമാണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരും അതിൽ നിന്ന്, ചിലർക്കെങ്കിലുമൊക്കെ പരിചയമുണ്ടായിരിക്കും. അദ്ദേഹം ദൈവം ഉണ്ടാകണമെന്ന് ഉന്നയിക്കുന്ന ഒരു വാദഗതി വളരെ ചിന്തോദ്ദീപകമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കും നീതി വിജയിക്കണമെന്നുള്ളത്. അനീതിയുമായിട്ട് സന്ധി ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഈ ലോകത്ത് ഒത്തിരി പേര് അനീതിയുടെ ബലിയാടുകളായിട്ട് കടന്നു പോകുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. ആത്യന്തികമായിട്ട് അവർക്കൊക്കെ നീതി കൊടുക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലല്ലെങ്കിൽ വേറൊരു പരലോകത്തെങ്കിലും അവർക്ക് നീതി ലഭിക്കണം, അവർക്ക് നീതി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടായേ പറ്റുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആ മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാട്, വെറും പദാർത്ഥാധിഷ്ഠിതം മാത്രമായിട്ടുള്ള ഭൗതികമായ ജീവിത ദർശനങ്ങള് അപക്വമാകുന്നു. ഫിലോസഫി ഓഫ് ഈവിളിന്റെ മാത്രം കാഴ്ചപ്പാടിൽ നോക്കിയാലും എന്നുള്ള ചിന്താപദ്ധതിയല്ല ഇവിടെ ലെനോക്സും കൂട്ടരുടെ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവാസ്തിത്വവും തിന്മയുമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഈ ദൈവാസ്തിത്വവും തിന്മയും എന്നുള്ള പ്രശ്നത്തെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടും ശക്തിയുക്തവും അവതരിപ്പിച്ചിരിക്കുന്നത്
നലം തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരുന്ന മിസ്റ്റിക്കുകളായിരുന്ന ചില ചിന്തകന്മാരാണ് എന്നുള്ളതാണ്. ഡോസ്റ്റോവ്സ്കി, അദ്ദേഹത്തിന്റെ ഐവാൻ, റഷ്യൻ തത്വചിന്തകൻ, നിങ്ങൾ പറയും നിങ്ങളുടെ പുണ്യപ്പെട്ട സഹനം വിശുദ്ധമാ, വിശുദ്ധീകരിക്കാൻ പര്യാപ്തമാ, ജീവദായകമാ. അല്ലയോ അലോഷ്യ, ഞാൻ ചോദിച്ചോളട്ടെ, നിന്റെ ഈ പുണ്യപ്പെട്ട സഹനം കൊണ്ട് എന്ത് പ്രചോദനം? ഇതാ നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് സഹിക്കണം? എനിക്കതിന് ഉത്തരമില്ല. നിന്റെ സഹനം ജീവദായകമോ വിശുദ്ധീകരിക്കുന്നതോ ആയിക്കൊള്ളട്ടെ, എനിക്ക് ആ കാർഡ് വേണ്ട. അത് നിന്റെ ദൈവത്തിന് തന്നെ അങ്ങ് മടക്കി കൊടുത്തേക്കൂ. ഡോസ്റ്റോവ്സ്കിയുടെ ഐവാൻ ചോദിക്കുന്ന ചോദ്യമാ. എന്നാല് തികഞ്ഞ ആത്മീയ ബോധ്യങ്ങളുടെയും ഈശ്വര വിശ്വാസത്തിന്റെയും ആഴങ്ങളിൽ നിന്ന് ഡോസ്റ്റോവ്സ്കി തന്റെ രചനകൾ മുഴുവനും നടത്തുന്നത് അലോഷ്യയുടെ കഥാപാത്രത്തെയും സോസിമാവിന്റെ ആത്മീയതയുടെ ഉത്കൃഷ്ട ഭാവമായിട്ട് കണക്കാക്കപ്പെടുന്ന സോസിമാവിന്റെ കഥാപാത്രത്തെയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നതും ഇതേ ഡോസ്റ്റോവ്സ്കി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞത് വലിയൊരു മിസ്റ്ററി ആയിട്ട് നിലനിൽക്കുന്നു. ദൈവവാസത്തിന് വിരുദ്ധമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നത് യുക്തിസഹമായിട്ട് കാര്യങ്ങളെ സാകല്യമായിട്ട് കാണാൻ സാധിക്കുന്ന ചിന്തകരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ഒരു വാദമാകുന്നില്ല എന്ന്. തോമസ് അക്വീനാസ് വലിയ മിസ്റ്റിക്കായിരുന്നു അദ്ദേഹമാണ് ദൈവവാസത്തിന് വേണ്ട തെളിവുകൾ നൽകിയത്. പക്ഷേ അദ്ദേഹവും ഓർഡറാണ് പ്രപഞ്ചത്തിന്റെ ദൈവത്തിന്റെ നിലനിൽപ്പിനുള്ള ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞെടുത്ത് തന്നെ അദ്ദേഹം ഡിസോർഡറിനെ പരിഗണിക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഡേവിഡ് ഹ്യൂമ് പിൽക്കാലത്ത് തോമസ് അക്വീനാസിനെ അറ്റാക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ 5 ways of proving God's existence-നെ ഡിസോർഡറിലെ പ്രപഞ്ചത്തിലെ, ഈവിളിലെ പ്രപഞ്ചത്തിലെ, പിന്നെ എവിടെ പോയി നിങ്ങളുടെ ഓർഡൈനിങ് ദൈവം എന്നുള്ളതാ ചോദ്യം. ഓർഡറിങ് ഗോഡ് എവിടെ പോയി? ഡിസോർഡർ ഉള്ളത് കൊണ്ട്. ബുക്ക് ഓഫ് ജോബ്, നമ്മുടെ സമകാലീന അസ്തിത്വ ചിന്തകള് കുഴിയിൽ നിന്നും കുഴിയിലേക്കും ചാരത്തിൽ നിന്നും ചാരത്തിലേക്കും പൊടിയിൽ നിന്നും പൊടിയിലേക്കും പോകുന്ന മനുഷ്യാവസ്ഥയെ ചിത്രീകരിക്കുന്നതിന് മുമ്പേ തന്നെ ജോബിന്റെ പുസ്തകത്തില് മനോഹരമായ അസ്തിത്വ ചിന്ത കടന്നു വരുന്നുണ്ട്. ദൈവത്തെ ശപിച്ചുകൊണ്ട് പോയി മരിക്കേണ്ട ചേട്ടാ എന്ന് ഭാര്യ അദ്ദേഹത്തെ ഉപദേശിക്കുന്നിടത്ത്. പക്ഷേ ഈബിളിന്റെ മുന്നില് അദ്ദേഹത്തിന്റെ വിശ്വാസം പരാജയപ്പെടുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ മനുഷ്യര്, വിശ്വാസികളായ മനുഷ്യര് തന്നെ എക്കാലവും അഭിമുഖീകരിച്ചിരിക്കുന്ന, തുറവിയോടുകൂടി തങ്ങളോട് തന്നെ ചോദ്യം ചെയ്തിരിക്കുന്ന, തങ്ങളോട് തന്നെ ജീവിതത്തെ പരീക്ഷണമാക്കി മാറ്റിയിരിക്കുന്ന നിദർശനങ്ങളാണ് ഡോസ്റ്റോവ്സ്കിയുടെയോ അക്വീനാസിന്റെയോ ബൈബിളിലെ ചില കൃതികളെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ദൈവാസ്തിത്വവും ഈബിളും പരസ്പര പൂരകങ്ങൾ ഒരിക്കലും ആവുകയില്ല. 1ഉം 3ഉം പ്രൊപ്പോസിഷൻസ് തമ്മിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല എന്നുള്ളത് തത്വശാസ്ത്രപരമായിട്ട് ഉപരിപ്ലവമായ ഒരു കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തത്വശാസ്ത്ര ചിന്തയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, തിന്മ എന്ന് പറയുന്നത് നന്മയുടെ ആവിഷ്കാരത്തിനുള്ള ഒരു രീതിശാസ്ത്രമായി മാറാമെന്നുള്ളതാണ്. ഇൻസ്ട്രുമെന്റലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തത്വശാസ്ത്രം, അത് തന്നെയാണ് ബന്ധപ്പെട്ട്. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ പരിഗണിക്കേണ്ട തത്വശാസ്ത്രജ്ഞര് ലൈബ്നിസിന്റെ തിയോളജിയാണ്. 17-18 നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു ലൈബ്നിസ് ജീവിച്ചിരുന്നത്. അദ്ദേഹം തോമസ് അക്വീനാസിന്റെ കാഴ്ചപ്പാടിനോട് വിയോജിക്കുകയാണ്. ദൈവം വസ്തുനിഷ്ഠമായിട്ട് തിന്മയ്ക്ക് അവസരം കൊടുക്കുന്നില്ല, നന്മയെ ജനിപ്പിക്കാൻ വേണ്ടി പോലും. അദ്ദേഹം പറയുന്നത് തിന്മയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സഹനമുള്ളത് കൊണ്ടാണ് നമുക്ക് മനുഷ്യർക്ക് അവരുടെ സാധ്യതകളെ കൂടുതൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നതാണ്. വെല്ലുവിളികളില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യാവസ്ഥ അതിന്റെ സമ്പൂർണമായ പെർഫെക്ഷനിൽ എത്തിച്ചേരുകയില്ല എന്നുള്ളതാണ്. ജീവിതത്തില് എന്നും തേനും പാലും മാത്രമേ ഉള്ളൂ എങ്കിൽ മനുഷ്യാവസ്ഥ അത് ലക്ഷ്യം വെക്കുന്ന പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാദം. അതിനെ അദ്ദേഹം സോൾ മേക്കിംഗ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ദൈവിക പദ്ധതിയില് ഈവിളിന് ഒരു പരിധിവരെ ഒരു നെസസിറ്റി ഉണ്ട്, ഒരു ആവശ്യകതയുണ്ട്, ഒരു പരിധിവരെ അതൊരു അനിവാര്യതയുമാകുന്നു എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഒരു പരിധിവരെ ഡോസ്റ്റോവ്സ്കിയുടെ ഐവാനൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ആ കാർഡൊന്ന് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയുക അതിനെ സ്വീകരിക്കാത്ത ഫിലോസഫേഴ്സും ഉണ്ട്. ദൈവം തനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചതിലെ ഏറ്റവും നല്ല ലോകത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലൈബ്നിസ് പറയുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ വേർഡ്സ്. അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് വേറെ നിയമങ്ങളും വേറെ ഗണിതങ്ങളും
വേറെ സംഖ്യകളും ഒക്കെ ആയിരുന്നു ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിലെ തിന്മയുടെ അളവും വ്യാപ്തിയും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഏറെ ആകുമായിരുന്നു പോലും. അതല്പം ബാലിശമായ ആർഗ്യുമെന്റ് ആണ്, പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ലൈബ്നിസ്. ഈ കാഴ്ചപ്പാടിനെയാണ് ആൽവിൻ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന തത്വചിന്ത അദ്ദേഹത്തിന്റെ ഫ്രീഡം ആൻഡ് ഈവിൾ എന്നുള്ള ഗോഡ് ഫ്രീഡം ആൻഡ് ഈവിൾ എന്നുള്ള പുസ്തകത്തില് തിയോഡിസി എന്നാണ് ഇതിനെ പൊതുവെ പറയപ്പെടുന്നത്, ഈ കാഴ്ചപ്പാടിനെ എന്ന് പറയുന്നത്. അതായത് ഈവിള് എന്ന് പറയുന്നത് ദൈവം അനിവാര്യമാക്കിയിരിക്കുന്ന ഒരു ഘടകം മനുഷ്യന്റെ സാധ്യതകളുടെയും കഴിവുകളുടെയും പൂർണ്ണമായ ആവിഷ്കാരത്തിന് വേണ്ടി. വോൾട്ടയർ ലിസ്ബണിലെ എർത്ത് ക്വേക്കിന്റെ വെളിച്ചത്തില് ലൈബ്നിസിനെ ഒരുപാട് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്നുള്ളതും അറിയുക. ഇതാണ് ദൈവത്തിന് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന ലോകം, ദൈവത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ലോകം എന്ന് പറയുകയാണെങ്കിൽ ആ ദൈവം ഒരു പമ്പര വിഡ്ഢിയായിരിക്കണം. 10,000-ങ്ങളും ലക്ഷങ്ങളും മണ്ണിന്റെ അടിയിൽ പോകുന്ന ഈ ലോകം സുന്ദരമാണെന്ന് പറയണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വോൾട്ടയർ ഒത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് ലൈബ്നിസിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ. അതുകൊണ്ട് തന്നെ ലൈബ്നിസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ വേൾഡ്സ് എന്നുള്ള ഫിലോസഫി അത്ര പ്രസക്തമല്ല. പക്ഷെ ലൈബ്നിസ് ആണ് നന്മയും തിന്മയും തമ്മിലുള്ള പൂരകത്വത്തിന്റെ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിന്റെ ഇന്റർഡിപ്പെൻഡൻസിന്റെ ഒരു സ്ഥാനം കൂടുതൽ തത്വശാസ്ത്ര രംഗത്ത് ഊന്നി പറഞ്ഞത് എന്നുള്ളത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ അഗസ്റ്റിന്റെ കാഴ്ചപ്പാട് നമ്മളെ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ, ദൈവം തിന്മയെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ദൈവം തന്റെ നന്മയുടെ പൂർണ്ണതയിൽ നിന്ന് തന്റെ ഛായയിലും സാദൃശ്യത്തിലും തന്നെ പോലെ അറിവും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യരെ സൃഷ്ടിച്ച് അവര് മിസ്യൂസ് ചെയ്ത് അവരുടെ തെറ്റായ ചോയ്സിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈവിൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഒരിക്കലും ഒരു വാച്ച് മേക്കർ ആയിട്ട് കംപ്ലീറ്റ് സ്ട്രിക്റ്റ് കൺട്രോൾ ആയി പ്രപഞ്ചത്തിന്മേൽ നിക്ഷേപിക്കുന്ന ചെലുത്തുന്ന ഒരു സീസർ ഗോഡായിട്ട് കാണരുത്. ദൈവത്തെ ഒരു ഷെപ്പേർഡ് ഗോഡായിട്ട് വേണം കാണണം. പരിപാലിക്കുന്ന ദൈവം മനുഷ്യന്റെയും സൃഷ്ടിയുടെയും സ്വാതന്ത്ര്യത്തെയും താൻ തന്നെ പ്രപഞ്ചത്തിന് നൽകിയിരിക്കുന്ന നിയമങ്ങളെയും പ്രപഞ്ചത്തിൽ താൻ പാകിയിരിക്കുന്ന വിത്തുകൾക്ക് അവ ആഗ്രഹിക്കുന്നത് പോലെ പൊട്ടിമുളച്ച് വളരാനുള്ള സാധ്യതകൾ നൽകി അതിനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഷെപ്പേർഡ് ഗോഡാകുന്നു ദൈവം. വാച്ച് മേക്കർ ഗോഡ് എന്ന് പറഞ്ഞാൽ അത് സ്ക്രൂ കൊടുത്ത് എല്ലാം മുറുക്കി വെച്ചിരിക്കുക, പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, പറഞ്ഞിരിക്കുന്നത് പോലെ അൺവൈൻഡ് ചെയ്താൽ മതി. അത് പഴയ മോഡൽ ഓഫ് ഗോഡാണ്. ഇന്നത്തെ മോഡൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വാച്ച് മേക്കർ അല്ല, ഗാർഡനർ ഗോഡാണ്. ദൈവം എന്താണ്? തോട്ടക്കാരനാകുന്നത്. പൂന്തോട്ടത്തിൽ വിത്ത് പാകി ബഡിങ് നടത്തി ജലസേചനം നടത്തി പരിപാലനം നടത്തി കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി സന്തോഷിക്കുന്നവനാകുന്ന ദൈവം എന്നുള്ളതാണ്. ദൈവം ഗോഡ് ആസ് ദ ഗ്രൗണ്ട് ഓഫ് ബീയിങ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതേപ്പറ്റി വിശദീകരിച്ച് പോകേണ്ടതുണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് സെയിന്റ് അഗസ്റ്റിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിനോടും വിയോജിക്കുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഷെയ്ൽ മാർക്ക്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഈ എന്തിനാ അത്ര സ്വാതന്ത്ര്യത്തോടുകൂടി, ദൈവത്തിനെല്ലാം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നയാളല്ലേ, അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതൻ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവത്തിനകത്ത് അവരെ സൃഷ്ടിക്കാതിരുന്നു കൂടായിരുന്നോ എന്നുള്ള വിമർശനവും അതിനെതിരെ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാട് അറിയാം. ജോൺ ഹിക്കിന്റെ കാഴ്ചപ്പാട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ പൊതുവെ അല്പമായിട്ട് ഞാൻ സെമിറ്റിക് റിലീജിയൻസിലെയും പ്രത്യേകിച്ച് ഈസ്റ്റേൺ റിലീജിയൻസിലെയും വെസ്റ്റേൺ ഫിലോസോഫിക്കൽ ട്രഡീഷൻസിലെയും തിന്മയെ സംബന്ധിക്കുന്ന ചില കാഴ്ചപ്പാടുകളാണ് നിങ്ങളോട് അല്പമായിട്ട് വളരെ ഉപരിപ്ലവമായിട്ട് പറഞ്ഞു വന്നത്. തുടർന്ന് വരുന്ന ചിന്തകളിൽ നമുക്ക് കൂടുതൽ ഈ രാത്രിയിൽ വെളിച്ചം വീശാമെന്ന് കരുതുകയാണ്. ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാമെന്ന് തോന്നുന്നു. യെസ് പ്ലീസ്. ഓക്കെ, താങ്ക് യു അച്ഛാ.